എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നാളെ, അതായത് ഡിസംബർ 7 രാവിലെ 11 മണിവരെ LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. വിദ്യാർത്ഥികൾക്ക് LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ, അതായത് ഏതെങ്കിലും ഒരു ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് ഹാജരായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 11 മണി വരെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവുക. 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ടെത്തുകയോ, നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കാതെ വരികയാണെങ്കിൽ മറ്റൊരാളെ നിങ്ങൾക്ക് പകരമായിട്ട് അയക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിലവിൽ ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയുള്ളതെങ്കിൽ NOC സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പങ്കെടുക്കാനായിട്ടുള്ള NOC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അടക്കാനായിട്ടുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതായത് 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1000 രൂപ മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരിക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടണം. കാരണം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 10 അതിനാൽ തന്നെ ഈ ഒരു ഡേറ്റ് പിന്നീട് നീട്ടി നൽകുന്നതല്ല. അതുപോലെ തന്നെ ഈ ഒരു ഡിസംബർ 7 അതായത് നാളെ നടക്കുന്ന ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് നൽകുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര വേക്കൻസീസാണ് ഓരോ കോളേജിലും നിലവിൽ ഉള്ളത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസി ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു PDFൻ്റെ പേര് സ്പോട്ട് വേക്കൻസി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ കോളേജിലും എത്ര വീതം സീറ്റാണുള്ളത്, ഏത് കോഴ്സിലാണ് ആ ഒരു വേക്കൻസി ഉള്ളത്, അതുപോലെ ഏത് കോട്ടയിലാണ് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയാണ്. അപ്പോൾ ആ ഒരു കോട്ട എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു കോട്ടയിലുള്ള ആ ഒരു സീറ്റിൽ, അതായത് ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ SM കോട്ട ഏതും, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, MA എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, Z എന്ന് പറഞ്ഞാൽ ഇയവയാണ്, BH എന്ന് പറഞ്ഞാൽ ബില്ലാവയാണ്, അതുപോലെ VK എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മ, DV എന്ന് പറഞ്ഞാൽ ധീവര. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലും സീറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ പല കോഴ്സുകൾക്കും അതായത് വേക്കൻസീസ് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതായത് BSc മെഡിക്കൽ ബയോടെക്നോളജി കോഴ്സിനത് KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് മുക്കം കോഴിക്കോട്. ഇപ്പോൾ പുതുതായിട്ട് ആ ഒരു കോഴ്സ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ 9 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ A വിഭാഗത്തിൽ 2 സീറ്റ്, MA വിഭാഗത്തിൽ 2 സീറ്റ്, SC വിഭാഗത്തിൽ 2 സീറ്റ്. ഈ ഒരു രീതിയിലാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ ഈ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു കോഴ്സ് വേണ്ടവർക്കും ആ ഒരു നാളെ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് LBS TFC അതുപോലെ ഓതറൈസേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു വേക്കൻറ്റ് സീറ്റുകളിലേക്ക്, അത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഈ ഒരു അലോട്ട്മെൻറ്റ് നാളെയാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് ഈ ഒരു ഡിസംബർ 7 ശനിയാഴ്ചയാണ് നടത്തുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷാർത്ഥികൾ ഏതെങ്കിലും ഒരു LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ഹാജരായി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല. LBS നടത്തിയ മുൻ അലോട്ട്മെൻറ്റുകളുമായി സർക്കാർ കോളേജുകൾ ഒഴികെയുള്ള കോളേജുകളിൽ പ്രവേശനം നേടിയ അപേക്ഷകർ ഈ ഒരു ഡിസംബർ 7 ഉള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള നിരാക്ഷേപ പത്രം, അതായത് ഈ ഒരു NOC നിർബന്ധമായിട്ടും ഹാജരാക്കണം. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പ്രസിദ്ധീകരിക്കും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീസ് അടക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരികെ ലഭിക്കുന്നതല്ല. ആയതിനാൽ തന്നെ പ്രവേശനം നേടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് ലഭിക്കും. ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരികെ നൽകുന്നതല്ല. അതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ മുൻപ് ഫീസ് അടച്ചിട്ടില്ലാത്തവർ ആണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് 25,000 രൂപയും, അതുപോലെ തന്നെ SC ST OEC ചിൽഡ്രൻസ് ഓഫ് ഫിഷർമെൻ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1000 രൂപയും, അതുപോലെ തന്നെ അപ്പോൾ തന്നെ LBS സെൻറ്റർ മുഖേന വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അടക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക്
ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 2024 ഡിസംബർ 10 മുമ്പ് അതത് കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. നിലവിലെ നിർദ്ദേശപ്രകാരം ഡിസംബർ 10 പ്രവേശനത്തിലുള്ള അവസാന തീയതിയായതിനാൽ ഡിസംബർ 10 പ്രവേശനം നേടാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപേക്ഷകൻ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം മൂന്നാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ഫോം ഹാജരാക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഓതറൈസേഷൻ ഫോം എന്നുള്ളത് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. തിരുവനന്തപുരം, കൊല്ലം, അടൂർ, ആലപ്പുഴ, അതുപോലെ തന്നെ പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഈ ഒരു LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഉള്ളത്. ഇനി നമുക്ക് ഓതറൈസേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നോക്കാം. ഇതാണ് ഓതറൈസേഷൻ ഫോം. അതായത് നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങളുടെ അതായത് ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഫീ പേയ്മെന്റ് അടക്കാനുള്ള ആ ഒരു കാർഡോ ഡെബിറ്റ് കാർഡോ അത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു നിലവിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ്, അതിനോടൊപ്പം തന്നെ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്നിവ കൂടി അതായത് നിങ്ങൾ ആരെയാണ് അയക്കുന്നത് അവരുടെ കയ്യിൽ കൊടുത്തയക്കണം. അപ്പോൾ ഈ ഒരു ഓതറൈസേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നത് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും I എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പാരന്റിന്റെ പേര്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ റാങ്ക്, അത് ഏത് റാങ്കിലാണ്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ആരെയാണോ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സുമാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം അടുത്തതായിട്ടുള്ളത് ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഭാഗമാണ്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക, അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ എഴുതുക, നെയിം, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റഡ് ഓഫീസർ ടു അറ്റസ്റ്റ് ദ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ശേഷം അത് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം. ഗസ്റ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നാളെ ഈ ഒരു അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അതായത് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അവരാണ് സാധാരണ രാവിലെയൊക്കെ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് അവിടെയൊക്കെയാണ് സാധിക്കുക. കാരണം ബാക്കിയുള്ള ആ ഒരു ഓഫീസുകളൊക്കെ ഏകദേശം രാവിലെ 10 മണിയാവുന്ന സമയത്തൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ, അതായത് അത്രയും സമയം നിങ്ങൾക്ക് രാവിലെയൊക്കെ അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ രാവിലെ 10 മണിക്കൊക്കെ ആണെങ്കിൽ, അത് 10 മണിക്കാണെങ്കിൽ ഇവിടെ 11 മണിക്കാണ് ഈ ഒരു നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെയാണ് അയക്കുന്നത് അവരുടെ ആ ഒരു ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ആരെയാണ് അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിച്ച ശേഷം ആ ഒരു ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ ഫോട്ടോയിലും അതുപോലെ കുറച്ച് ഈ ഫോട്ടോയ്ക്ക് പുറത്തും എത്തുന്ന രീതിയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം അതായത് ഇവിടെ നൽകിയിട്ടുള്ള കാൻഡിഡേറ്റ് ടു സൈൻ ഓവർ ദ ഫോട്ടോഗ്രാഫ്, അതുപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, ഇവിടെ പ്ലേസ് ഡേറ്റ് എന്നിവ ഇടുക. ഇത്ര മാത്രമാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട്, അതായത് ഓതറൈസേഷൻ ലെറ്ററിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് നാളെ തന്നെ കിട്ടുകയും, അത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഫീ പേയ്മെന്റ് ചെയ്യും. അതല്ല ആദ്യമായിട്ടുള്ള കിട്ടുന്നതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു ഡിസംബർ 9 വൈകുന്നേരം 5 മണിക്കുള്ളിൽ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടണം. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുക മാത്രമല്ല നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെന്റ് കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.